അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബലിപെരുന്നാൾ വിശേഷങ്ങളെ പറ്റിയുള്ളതാണ്. പെരുന്നാൾ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേന്ന് രാത്രി തന്നെ എല്ലാവരും മൈലാഞ്ചിടലായിരിക്കും. ഇത്തവണത്തെ ബലിപെരുന്നാൾ പെരുമ്പാവൂരിലെ എൻ്റെ വീട്ടിലാണ് ആഘോഷിച്ചത്. അപ്പോൾ ഞാൻ മൈലാഞ്ചിടുന്ന സമയത്ത് കുട്ടികളെല്ലാവരും തന്നെ പടക്കം എറിഞ്ഞ് പൊട്ടിച്ച് കളിക്കുകയായിരുന്നു. ഇങ്ങനത്തെ പടക്കങ്ങൾ എറിഞ്ഞ് പൊട്ടിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഏതായാലും നല്ല ഇഷ്ടപ്പെട്ടു ഇതെറിഞ്ഞ് പൊട്ടിക്കാൻ. കുട്ടികൾക്ക് അതിലേറെ ഇഷ്ടമായിരുന്നു. പൊട്ടാത്ത പടക്കങ്ങളൊക്കെ മോളെ ചവിട്ടി പൊട്ടിക്കേണ്ട രംഗമാണ് ഈ കാണുന്നത്. പിന്നെ ഇത് വലിയ പേടിക്കാനൊന്നും ഉള്ളതല്ല. അപ്പോൾ അവരങ്ങനെ പൊട്ടിക്കണ സമയത്ത് ഞാനിങ്ങനെ മൈലാഞ്ചി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മൈലാഞ്ചി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ മൈലാഞ്ചി ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ഒത്തിരി വൈകി. പിന്നെ പെരുന്നാളിൻ്റെ അന്ന് നേരത്തെ തന്നെ എണീറ്റു. പത്തിരി മുട്ടക്കറിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരാൾ പത്തിരി പരത്തി തരുന്നു, മറ്റൊരാളാണെങ്കിൽ അത് ചുടുന്നു, അടുത്ത ആളാണെങ്കിൽ അപ്പുറത്ത് മുട്ടക്കറി ഉണ്ടാക്കുന്നു. അങ്ങനെ പണികളൊക്കെ വേഗം വേഗം ചെയ്യാണ്. കാരണം രാവിലെ 7:30ക്കാണ് പെരുന്നാൾ നിസ്കാരം. ആണുങ്ങളൊക്കെ പള്ളിയിൽ പോണേക്കാൾ മുന്നേ അവർക്ക് ചായയും കടിയൊക്കെ കൊടുക്കണം. പിന്നെ വീടൊക്കെ ക്ലീൻ ചെയ്തിട്ടു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടക്കറിയും പത്തിരിയും തേങ്ങാപ്പാലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കുട്ടികളൊക്കെ എണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് ചായയൊക്കെ കൊടുത്തതിന് ശേഷം പുതിയ ഡ്രസ്സ് ഇടിപ്പിച്ചൊക്കെ കൊടുത്തു. അപ്പോഴേക്കും ആപ്പിച്ചും കക്കായൊക്കെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തി. പിന്നെ കുട്ടികളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകണ രംഗാണ് ഈ കാണുന്നത്. ആദ്യം പള്ളിയുടെ പരിസരത്തേക്ക് ഒന്ന് കുട്ടികളെയൊക്കെ ഒന്ന് കൊണ്ടുപോയി. പിന്നെ ആ പോത്തുകളിലൊക്കെ കെട്ടിയ ആ ഒരു സ്ഥലത്തേക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് അപ്പോൾ തന്നെ അങ്ങോട്ട് കൊണ്ടുവന്നു. കുട്ടികളൊക്കെ പുറത്തു പോയി തക്കം നോക്കി പണികളൊക്കെ വേഗം വേഗം ചെയ്യാൻ തുടങ്ങി. പാത്രങ്ങളൊക്കെ കഴുകി. പിന്നെ ഉച്ചക്കത്തേക്ക് പെരുമ്പാവൂരുടെ സ്പെഷ്യൽ തേങ്ങാച്ചോറും ഇറച്ചിയാണ്. ചിക്കൻ കറിയൊക്കെ ഇവിടെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വെറൈറ്റി രീതിയിലാണ് ഈ കറി ഉണ്ടാക്കിയേക്കുന്നത്. ചിക്കനിലേക്ക് മസാലയൊക്കെ പുരട്ടി പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും വേപ്പിലയും പിന്നെ പൊടികളും എല്ലാം ഇട്ട് പിന്നെ ഡയറക്റ്റായിട്ട് ഫ്ലെയിം ഓണാക്കി കുക്ക് ചെയ്തെടുക്കുന്നതാണ്. ഈ രീതിയിലാണെങ്കിൽ നമുക്കൊന്ന് വഴറ്റാനൊന്നും നിൽക്കണ്ട. ടേസ്റ്റ് വൈസും ഗുഡാണ് കേട്ടോ. ഇത് തേങ്ങാച്ചോറിനുള്ളതാണ്. എനിക്കിഷ്ടം മഞ്ഞ തേങ്ങാച്ചോറാണ്, അതുകൊണ്ടാണ് ആ മഞ്ഞപ്പൊടി അതിലേക്ക് ഇട്ടത്. ഇത് നമ്മുടെ വീട്ടിലത്തെ തന്നെ ഫ്രഷ് കറിവേപ്പിലയാണ്. ഒരു വലിയ 2 മരങ്ങൾ വീട്ടിലുണ്ട്. അങ്ങനെ ലാസ്റ്റ് കറിവേപ്പില കൂടി വിതറി. നമ്മുടെ വെള്ളമൊക്കെ തേങ്ങാച്ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ കുത്തേരി കഴുകി വാരി വെച്ചത് അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. മിക്ക വെള്ളിയാഴ്ചയും വീട്ടിൽ തേങ്ങാച്ചോറായിരിക്കും. എല്ലാവർക്കും ഇഷ്ടമാണ് തേങ്ങാച്ചോറ്. അങ്ങനെ അരിയെല്ലാം ഇട്ട് കുക്കറിൻ്റെ മൂടിയൊക്കെ സെറ്റാക്കി ഒരു 4-5 വിസിൽ അടുപ്പിച്ചു. ഇത് മോരിറക്കുള്ളതാണ്. ഇനി പപ്പടവും കാച്ചണം. അപ്പോഴേക്കും കുട്ടികളൊക്കെ പള്ളിയിൽ നിന്ന് വന്നു. കയ്യിൽ ചോക്കോബാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചപ്പോൾ ഡ്രസ്സിലൊക്കെ ആയി. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. കുട്ടികൾ നല്ല കളിയിലായിരുന്നു. ഇനി അടുത്ത പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിലെങ്കിലും ഫാമിലിയുടെ നേതൃത്വത്തിൽ ഈ വർഷം SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഞങ്ങളുടെ കുട്ടികൾക്ക് ഉള്ള ട്രോഫി കൈമാറലാണ്. അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള മൊമെൻറ്റോകളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ഫാമിലി മെമ്പേഴ്സും മുറ്റത്തേക്കൊക്കെ ഇറങ്ങി വന്ന് അത് അവർക്ക് കൈമാറുന്ന ചടങ്ങാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ കൊല്ലവും ഇതുപോലെ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് മൊമെൻറ്റോകൾ കൊടുക്കാറുണ്ട്. അപ്പോഴേക്കും പെരുന്നാളിൻ്റെ ഇറച്ചിയൊക്കെ വീട്ടിലെത്തി. ഇത് അടുത്തുള്ള വീട്ടിൽ കടി ആയതുകൊണ്ടാണ് പെട്ടെന്ന് എത്തിയത്. അപ്പോൾ അത് കിട്ടിയപ്പോൾ തന്നെ നേരെ കഴുകിയൊക്കെ വാരി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. തൊട്ടടുത്ത് തന്നെ പായസം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബീഫ് ഫ്രൈക്കുള്ള മസാലയാണ് ഈ വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. ബീഫ് നന്നായി കഴുകി വാരി ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടൊന്ന് വേവിച്ചെടുത്ത് മസാലയൊക്കെ സെറ്റായതിന് ശേഷം നമ്മുടെ ആ ബീഫ് മാത്രം എടുത്ത് ആ മസാലയിലേക്ക് ഒന്ന് ഇട്ട് നന്നായി ഇളക്കി കൂട്ടി വെച്ച് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് ഫ്രൈ ഇവിടെ റെഡിയായി. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെച്ച ബീഫ് ഫ്രൈ ആയതുകൊണ്ട് തന്നെ നല്ല രുചി ഉണ്ടായിരുന്നു. പിന്നെ പപ്പടം കാച്ചി കച്ചമ്പറും ഉണ്ടാക്കി.
ഇനി നമ്മുടെ ചോറ് എന്തായെന്ന് നോക്കണം. അത് കുക്കറിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇതാ കുക്കർ തുറന്നു നോക്കിയപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ശേഷം പിന്നെ അത് ഒരു ഉരുളിയിലേക്ക് കമഴ്ത്തി. അങ്ങനെ ഇതാ അവസാനം നമ്മുടെ തേങ്ങാച്ചോറൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ്. നല്ല നെയ്യിൽ വഴറ്റിയ അണ്ടിപ്പരിപ്പ്, മുന്തിരിയും കറിവേപ്പിലയും എല്ലാം ആ ചോറിന് മുകളിലേക്ക് വിതറി കൊടുക്കുന്നുണ്ട്. ഇതാ മോളും സഹായിക്കുന്നുണ്ട്. അവൾക്ക് ഇതുപോലൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനിയും താന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇതാ ഉച്ചയായപ്പോഴത്തേക്കും നമ്മുടെ ലഞ്ച് എല്ലാം തയ്യാറായി കഴിഞ്ഞു. പെരുമ്പാവൂർക്കാരുടെ സ്വന്തം തേങ്ങാച്ചോറും ചിക്കൻ കറിയും ബീഫ് വരട്ടിയതും മോരേറിയും കച്ചമ്പറും പപ്പടവും എല്ലാം തന്നെ ഉണ്ടായിരുന്നു, കൂടെ പായസവും. അങ്ങനെ ഉച്ചക്കത്തെ ഊണിനൊക്കെ ശേഷം പിന്നെ കൊച്ചുങ്ങളൊക്കെ കിടന്ന് ഉറങ്ങി. ശേഷം പിന്നെ വൈകിട്ട് കളിക്കാൻ ഇറങ്ങി. പെരുന്നാളിന് മേടിച്ച ബോളാണിത്. അങ്ങനെ അതും തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു പിള്ളേര്. പെരുന്നാൾ പ്രമാണിച്ച് പള്ളിയുടെ ഒക്കെ അടുത്ത് ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് മേടിച്ചതാണിത്. ശേഷം പിന്നെ പിള്ളേര് ബബിള് ഊതി വീർപ്പിച്ച് കളിക്കുകയായിരുന്നു. പിന്നെ കുട്ടികളുടെ കയ്യിലിരുന്ന ഒരു ക്യൂബ് പോലത്തെ സാധനം വെച്ച് ആയി പിന്നെ കളി. വൈകിട്ടായപ്പോഴത്തേക്കും പള്ളിയിൽ നിന്നുള്ള ഇറച്ചിയൊക്കെ കിട്ടി. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് ഒക്കെ സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈദ് സ്പെഷ്യൽ പരിപാടികളൊക്കെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, ബൈ.